ഹലോ, ഞാൻ ആശിഷ്. എൻ്റെ കൂടെ സ്നേഹം. ഞങ്ങൾ ബാലിയിലെ ലെംപുയാങ് ടെമ്പിളിലാണുള്ളത്. ഇത് സിഡമനിൽ നിന്ന് ഓൾമോസ്റ്റ് 1 hour ദൂരെയാണ് ഈ അമ്പലമുള്ളത്. ഇവിടെ ആണ് ഫേമസ് ഹെവൻസ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഫേമസ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ വരുന്ന സ്ഥലമുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഇതാണ് ഇവരുടെ മെയിൻ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതായ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ടിക്കറ്റ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കേണ്ടത്. ഇവിടേക്ക് നമ്മുടെ വണ്ടികൾ വരില്ല. അപ്പോൾ ഇവിടേക്ക് നമ്മളെന്ന് വെച്ചാൽ വേറെ ഷട്ടിൽ ബസ് എടുത്തിട്ട് വേണം വരാനായിട്ട് കാർ പാർക്കിൽ നിന്ന്. അപ്പോൾ ഇതിന് നമുക്ക് ഒരാളിൽ നിന്ന് 45,000 IDR ആണ് അവർ ചാർജ് ചെയ്യണത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട്. This is your ticket for the entrance, and this is queue number for the take picture between the gate. ഓക്കെ. So before entering the temple, you have to wear the sarong. Sarong already part of the ticket. താങ്ക് യു. ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് സരോങ്ങും തരുന്നത്. പിന്നെ അതായത് ബാലിയിൽ എല്ലാ ടെമ്പിളിലും കയറുമ്പോൾ നമ്മൾ സരോങ് കൊടുക്കേണ്ട പോലെ ഇവിടെയും ചെയ്യണം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. അവരവരങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനുള്ള ചാർജുകളെല്ലാം അവർ ഓട്ടോമാറ്റിക്കലി തന്നെ നേരത്തെ നമ്മൾ ആ ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവർ തന്നെ നമുക്ക് ഉടുപ്പിച്ച് തരികയും ചെയ്യും. നന്നായിട്ട് വൃത്തിക്ക്, അതായത് അഴിഞ്ഞു പോവാത്ത രീതിയിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ അഴിച്ചെടുക്കാനും പറ്റും. അങ്ങനത്തെ രീതിയിൽ തന്നെ അവർ ഉടുപ്പിച്ച് തരികയും ചെയ്യും. Oh, that's it? Where is the temple? നമ്മുടെ നാട്ടിലെ മാതിരിക്ക് തന്നെ പെട്ടിക്കടകളല്ലേ. ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടിയത് തന്നെ ടിക്കറ്റ് 125. മോർണിംഗ്, ഹൗ ആർ യു? No, I will just already done my breakfast. You already done. Okay, temple is 300. ഈ 125 പേരും കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ. അവിടെ ചെല്ലുമ്പോൾ അറിയാം എത്രയാണ്. ഓക്കെ, വിൽ വാക്ക്. നടക്കുമല്ലേ? മോട്ടർ പോകണല്ലോ. എന്താ നടക്കുമല്ലേ? ബാക്ക് ഡ്രോപ്പ് അടിപൊളി കേട്ടോ. അതല്ലേ അഗുണെന്ന് പറഞ്ഞേ. കുറച്ചങ്ങ് നടന്നപ്പോഴേക്കും സ്നേഹ ഭയങ്കര ടയർഡായി. പിന്നെ വേറൊരു വണ്ടിയിൽ കയറ്റി വിടുകയാണ് ചെയ്തത്. അവളെ വണ്ടി കയറ്റി വിട്ട്. What's the number going on? 77. 125. I think you want to like this, maybe? It's okay. ഈ ഹെവൻസ് ഗേറ്റ് അല്ലാതെ തന്നെ 2-3 പോയിന്റിൽ നിർത്തി നമുക്ക് ഫോട്ടോ എടുത്തരാൻ ഫോട്ടോഗ്രാഫറുണ്ട്. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ എടുക്കാം ആളുടെ അടുത്തുനിന്ന്. പിന്നെ നമ്മൾ ഓൾറെഡി തന്നെ നമ്മുടെ ടാക്സി ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ വന്നാൽ നേരത്തെ ടിക്കറ്റ് ഇട്ടു. അപ്പോൾ ഈ കാണുന്നവരൊക്കെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നതാണ്. കുറേ നമ്മളേക്കാൾ മുമ്പേ വന്ന് നിൽക്കുന്നതാണ് ഇവരെല്ലാവരും. They will click the pictures for us, right? You just give your phone, then they will help you. Okay, thank you. So you can take the picture from here. Okay, thank you. Okay. നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും ഈ പറഞ്ഞ ഒരു ഹിന്ദിക്കാരാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും ഒട്ടുമിക്കവരും നമ്മളോട് സംസാരിക്കേണ്ടാവുക ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ. ഇവിടെ അത്യാവശ്യം നല്ല ചൂടുമായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് നടന്ന് വേറെ ഫോട്ടോ എടുക്കാൻ നമുക്ക് സ്വയമേ ഫോട്ടോ എടുക്കാം. അല്ലാതെ പിന്നെ നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സിന്, അതായത് ഫോട്ടോ എടുക്കാൻ വരുന്നവർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരുപാട് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുടിക്കാനോ അങ്ങനെയൊന്നുമില്ല, പക്ഷേ നമുക്ക് അത്യാവശ്യം ഇരിക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവർ നമ്പറുകൾ വിളിക്കുകയാണ് ചെയ്യേണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെന്ന് നമ്മുടെ ഫോട്ടോ അവർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയൊരു എമൗണ്ട് ടിപ്പായിട്ട് കൊടുക്കുന്നുണ്ട് അവർക്ക്. അതവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്, ഏകദേശം ചെറിയൊരു എമൗണ്ട് ടിപ്പായിട്ട് കിട്ടുമെന്നുള്ള രീതിയിൽ. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ ടേൺ വന്നായിരുന്നു. അപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ സ്നേഹ ആദ്യം പോയി, പിന്നീട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോ, പിന്നെ ഞാൻ മാത്രമായിട്ടുള്ള ഫോട്ടോ. അപ്പോൾ ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഒട്ടുമിക്കവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു 5 മിനിറ്റ് ആയിരിക്കും അവർ തരണ്ടാവുക.
ആക്ച്വലി മറ്റേ നമ്മുടെ ടാക്സി ഡ്രൈവർ പറഞ്ഞാൽ 2 മണിക്കൂർ കഴിയേണ്ടി വന്നായിരുന്നു. ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട്, മുകളിലേക്ക് ആൾക്കാർക്ക് കയറാം, അവിടെ മുകളിൽ വരെ കയറുന്ന ഫോട്ടോ എടുക്കാം. പിന്നെ ഇവിടെ എന്തോ പൂച്ചയൊക്കെ ഇപ്പോൾ ലോക്കലിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ വേറെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. എടോ മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഫോട്ടോസ്. ആ ഫോട്ടോസ് എല്ലാവരും എടുത്തിരുന്നത് നല്ലതാണല്ലോ അല്ലേ. ഇതിൽ കൂടെയാണ് എക്സിറ്റ്. പിന്നെ വെച്ചാൽ ഇതിൻ്റെ ആ ബാക്ക് ഡ്രോപ്പായിട്ട് കാണുന്ന വലിയൊരു മൗണ്ടൻ എന്നുള്ളത് എന്തായിരുന്നു പറഞ്ഞ മൗണ്ടൻ്റെ പേര്? മൗണ്ട് അഗുൺ. അതന്നെ മൗണ്ട് അഗുൺ ആണത്. അഗും, മൗണ്ട് അഗും. ഓ, മൗണ്ട് അഗുൺ എന്നാണ് അതിൻ്റെ പേര്. അത് ഇപ്പോഴും ആക്റ്റീവ് ആണെന്നാണ് നമ്മളിവിടെ കൊണ്ടുവന്ന ടാക്സി ഡ്രൈവർ പറഞ്ഞത്. 2017 അത് ഇറപ്റ്റായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏറ്റവും വലിയ 1963 ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. 1917 ഉണ്ടായിരുന്നു. ആ സമയത്ത് 2 മാസത്തോളം എന്താ പറയുക, ആഷ് റെയിനും പിന്നെ മൊത്തം എയർ പൊല്യൂഷനും ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഫ്ലൈറ്റുകളെല്ലാം ബ്ലോക്ക് ആക്കിയായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു അവർ. നമ്മൾ ഫോട്ടോ എല്ലാം എടുത്ത് താഴത്തേക്ക് വന്നായിരുന്നു. അതായത് താഴത്തെ വെച്ചാൽ നമ്മൾ ആദ്യം ആ ടിക്കറ്റ് തന്ന കൗണ്ടറിൻ്റെ അടുത്തായിട്ട് തന്നെ ഇങ്ങനെ ഷട്ടിൽ ബസ്സുകൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുന്ന ഷട്ടിൽ ബസ്സിൽ നമുക്ക് കയറി നമ്മുടെ ടാക്സി കിടക്കുന്നതിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ ഈ സറോങ്ങുകളെല്ലാം വാങ്ങിക്കാനായിട്ട് ഇവിടെ തന്നെ 2-3 പേര് നിൽക്കുന്നുണ്ട്. അവരാണ് നമ്മുടെ സറോങ്ങുകൾ വാങ്ങി വയ്ക്കണേ. താങ്ക് യു. സോറി. താങ്ക് യു. ബൈ ബൈ. ആയിരിക്കും. Can we go in this one? അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.